നമ്മൾ ഇന്ന് ത്രെഡിങ്ങിൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ത്രെഡിങ്ങിന് നൂല് പിടിക്കാനൊരു രീതിയുണ്ട്. അപ്പോൾ നൂലിനെ ആദ്യം നമ്മൾ ഒരറ്റം കടിച്ചു പിടിച്ചതിന് ശേഷം വിരൽ വെച്ച് നമ്മൾ ഉള്ളിലേക്ക് ത്രെഡ് ചെയ്ത് ചുറ്റിപ്പിടിച്ച് 2 വിരലിലാക്കിയിട്ട് ഇത് നമ്മൾ ഈ തമ്പിലാണ് നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ത്രെഡ് ചെയ്യുന്നത്. നമുക്ക് ത്രെഡിങ് ചെയ്യുമ്പോൾ പിടിക്കാനൊരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ നടുവിരൽ നമ്മൾ ഈ പുരുകത്തിൻ്റെ ഈ ആംഗുലർ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മുടെ നടുവിരൽ വരണം. മറ്റേ 2 വിരലുകളും നടുവിരലിനാണ് നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ക്ലയൻറ്റിനെ കൊണ്ട് നമ്മൾ കണ്ണ് മൂടി പിടിക്കണം. എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്കിന്ന് നന്നായിട്ട് വലിഞ്ഞിരുന്നാൽ പെയിൻ കുറച്ച് കുറഞ്ഞിരിക്കും. ഓക്കെ, നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ ഫേസിൻ്റെ രൂപത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ത്രെഡ് എടുക്കാൻ. അത് ഓരോരോ ആളുകൾക്കും ഓരോരോ രീതിയിലായിരിക്കും പുരുക. അതായത് റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, ആംഗുലർ ഷേപ്പ് ഉണ്ടാവും, പിന്നെ സീപ്പിംഗ് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോരോ ഷേപ്പുകളും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കസ്റ്റമർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മൈൻഡിൽ ഉണ്ടായിരിക്കണം ഇവിടുത്തെ രോമങ്ങൾ എടുത്തിട്ടാണ് ഷേപ്പ് വരുത്തേണ്ടതെന്ന് കറക്റ്റായിട്ട് നമുക്കറിയണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് പറഞ്ഞു തരാം, അവർ ഈ രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ എടുത്തു കൊടുക്കാം. താഴെ കൂടി മേലെ വലിച്ചു കറക്റ്റ് ലൈൻ കൊട്ടിട്ട് ലൈനിൻ്റെ അടുത്തുകൂടി. ഓക്കെ, കഴിഞ്ഞു. ഇവിടെ ബാക്കിലേക്ക് മുന്നേ പോലെ ഇവിടേക്ക് എന്നിട്ട് വലിച്ചു വിടി. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നിൽക്കുന്ന പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലതുവശത്തെ പുരുകം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ടും ഇടതുവശത്തെ പുരുകം ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ആ പൊസിഷൻസ് കറക്റ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് രോമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ.